ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും തന്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടി തമ്പിക്കൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ജാനകിയും അഭിയും ഒക്കെ ശ്രമിക്കുമ്പോൾ മറുവശത്തു കൂടി ആ ഒരു ശ്രമങ്ങളെല്ലാം പൊളിച്ചെടുക്കാനായിട്ട് അപർണയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അമലിനോട് അപർണയ്ക്ക് ചെറിയൊരു പ്രണയവും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് അമലിനെ കാണാൻ അമലിനോട് അത്രത്തോളം അപർണയ്ക്ക് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം അല്ലെങ്കിൽ പോലും ചെറുതായിട്ട്. അതുകൊണ്ട് അമലിനെ വളയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അമല് തന്റെ ഷർട്ട് കാണാനില്ല. അവിടെ മുഴുവൻ ഷർട്ട് നോക്കുന്നുണ്ട്, ഒരിടത്തും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഷർട്ട് അപർണയാണ് എടുത്തുകൊണ്ട് പോയത്. തേച്ചെല്ലാം സെറ്റാക്കി അപർണ അമലിന് കൊണ്ടു കൊടുത്തു. എന്നിട്ട് സ്നേഹത്തോടു കൂടി കൊണ്ടു കൊടുക്കുകയും നമ്മൾ സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്താലും പലരും അതുപോലെ ചിന്തിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവരതുപോലെ നമ്മളെ നോക്കണമെന്നില്ല എന്നൊക്കെ അപർണ ഇങ്ങനെ നമ്മൾ ഈ മുന വെച്ച് സംസാരിക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെ സംസാരിച്ചു. അമലിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും അപർണ തന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണെന്ന് അമലിന് മനസ്സിലായി. പക്ഷെ ഇതെല്ലാം എന്തോ വലിയൊരു ദുരന്തത്തിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് അമലിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് താഴെ അപർണ പോയി ഇരിക്കുവാണ്. അമല് ഞാൻ കൊടുത്ത ഷർട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അമലിന് എന്നോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അപർണ വിചാരിച്ച് വന്നിരിക്കുമ്പോഴാണ് താൻ കൊടുത്ത ഷർട്ട് തന്നെയാണ് അമൽ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അപർണയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ആ സന്തോഷമൊക്കെ കഴിഞ്ഞ് അപർണ ഇങ്ങനെ നിൽക്കുവാണ്. ഇതിനിടയിൽ എങ്ങനെയെങ്കിലും അളകാപുരിയിൽ ഒന്ന് പോയി വരണം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപർണയ്ക്ക് എന്തൊക്കെയോ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് നിരഞ്ജന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൂചന കുറച്ചുകൂടി അവൾ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീട് വരെ അവൾ എത്തും. ഞാൻ അമ്മയും കൊണ്ട് താമസിക്കുന്ന ആ സ്ഥലം വരെ അവൾ എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് എൻ്റെ ഈ ഒരു ശ്രമങ്ങൾക്ക് പരാജയം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരും കാണാതെ എൻ്റെ വീട്ടിലോട്ട് പോകണം. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പൊന്നുവിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാനകി വീട്ടിലോട്ട് പോകുന്ന സമയത്തും രാധാമണി തൻ്റെ ജാനകി കൊടുത്ത ഫോണിൽ പൊന്നുവിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഫോട്ടോയിൽ തന്നെ രാധാമണി നോക്കി സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ജാനകി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും തയ്യാറല്ല. പക്ഷേ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ജാനകിക്ക് മനസ്സിലായി. അമ്മയോട് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്തും പ്രത്യേകിച്ച് മേരിക്കുട്ടി അമ്മയോട് ജാനകി പറയുന്നുണ്ട്, ആര് എന്നെ വന്ന് അന്വേഷിച്ചാലും, എന്നെയോ അഭിയേട്ടനോ പൊന്നുനെ ആരിവിടെ വന്ന് അന്വേഷിച്ചാലും മേരിയമ്മ ഒന്നും പറയാൻ പാടില്ല, ആരോടും ഒന്നും പറയാൻ പാടില്ല, അറിയത്തില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരം കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ തന്നെ ഒന്നുകൂടി രാധാമണിയോട് യാത്രയൊക്കെ പറഞ്ഞ് ജാനകി പോകുവാണ്. ജാനകി പോകുന്നത് വരെ തന്നെ രാധാമണി ഒന്നും മിണ്ടിയില്ല. ആ ഫോട്ടോയിൽ നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ജാനകി പോയതിനു ശേഷം ജാനകി പോയ ആ ഒരു സങ്കടം രാധാമണിയുടെ മുഖത്ത് പ്രതിഫലിക്കാനായിട്ട് തുടങ്ങി. അയ്യോ പോയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി ജാനകിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. മേരിയമ്മ പറയുന്നുണ്ട് ജാനകി പോയിട്ട് തിരിച്ചു വരും, പൊന്നുവിനെയും കൊണ്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നുണ്ട്. പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. സങ്കടത്തോടു കൂടി രാധാമണി അകത്തോട്ട് കയറി പോകുവാണ്. അങ്ങനെ ജാനകി തിരികെ അളകാപുരിയിലെത്തി. അപ്പോൾ അളകാപുരിയിൽ എത്തിയ അപ്പോൾ എങ്ങനെയെങ്കിലും ജാനകി തകർക്കാനായിട്ട് ഒരു സൈഡിൽ കൂടെ അപർണ നോക്കുവാണല്ലോ. അപർണയുടെയും പ്രത്യേകിച്ച് തമ്പിയുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അഭിയും സക്കീർ ഭായും കൂടി ചേർന്ന് ഈ ഒരു കഥയിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം തമ്പിയുടെ പണ്ടത്തെ 25 വർഷം മുന്നത്തെ ചിത്രം വരയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രം വരച്ചു കിട്ടി. പക്ഷേ ചിത്രം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പിടികിട്ടണം എന്നില്ല. ഞാൻ 25 വർഷം മുന്നേ ഉള്ള ചിത്രം തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് ഈ ഫോട്ടോയിലുള്ള ആൾക്ക് ഈ രൂപമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ആ ആർട്ടിസ്റ്റ് ഫോട്ടോ കാണിച്ചു കൊടുത്തു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്പിയുടെ ഫോട്ടോ തന്നെയാണ്. 25 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ തന്നെയായിരുന്നു തമ്പി ഇരുന്നത്. ഇപ്പോഴത്തെ ഫോട്ടോയുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല. എന്നാൽ അത് കണ്ടപാടെ തന്നെ അഭിയും സക്കീർ ഭായും ഇതേ കാര്യം തന്നെ ഉന്നയിച്ചു. പറഞ്ഞതുപോലെ തന്നെ ഒരു സാദൃശ്യവും ഇല്ലല്ലോ, ഇത് തമ്പിയാണെന്ന് എങ്ങനെ വിശ്വസിക്കും, അല്ലെങ്കിൽ തമ്പി തന്നെയാണെന്ന് നമ്മൾ എങ്ങനെ സ്ഥിരീകരിക്കും എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സക്കീർ ഭായ് തന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫോട്ടോയിലുള്ളത് തമ്പി തന്നെയാണെന്ന് തമ്പിയെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. അങ്ങനെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, തമ്പി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഫോട്ടോയുടെ ആ ഒരു ഫോട്ടോയുടെ ചിത്രം ഫോണിൽ പകർത്തിയതിനു ശേഷം സക്കീർ ഭായും അഭിയും പോയത്. അഭി ഈ ഫോട്ടോയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി ജാനകിയെ കാണിക്കാനായിട്ട്. ജാനകി വന്നു, സന്തോഷത്തോടു കൂടി അകത്തോട്ട് പോകുവാണ്. അകത്തോട്ട് പോകുന്ന സമയത്ത് തന്നെ പൊന്നു ഇവിടെ ഉണ്ടായിരുന്നു. പൊന്നുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജാനകി ഒരുപാട് സന്തോഷത്തോടു കൂടി തന്റെ മകളെ കുറേ നാളുകൾക്ക് ശേഷം കാണുവാണ്. ആ സന്തോഷം ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നു, മുഖത്തും തെളിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജാനകി പൊന്നുവിനോട് പറഞ്ഞത്, പൊന്നു വന്നുടനെ തന്നെ തന്റെ അമ്മാമ്മയെ കാണണം ആ ഒരു കാര്യം തന്നെ പൊന്നു ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ മോള് വിഷമിക്കേണ്ട, അടുത്ത് ഇനിയിപ്പോ അമ്മ പോകുമ്പോൾ പൊന്നുവിനെയും കൊണ്ടുപോകാം, അമ്മാമ്മയുടെ അടുത്തേക്ക് തന്നെ പോകാം. പിന്നെ പൊന്നു ഇത് ആരോടും പറയരുത് എന്നുകൂടി ജാനകി ആവർത്തിച്ചു. അകത്തോട്ട് നേരെ പോയി ജാനകി വന്ന വിവരം പറഞ്ഞതിനൊപ്പം തന്നെ അമ്മ ഇനി അടുത്ത് പോകുമ്പോൾ ഞാനും അമ്മയ്ക്കൊപ്പം പോകും എന്ന് പൊന്നു സന്തോഷത്തോടു കൂടി പ്രഭാവതിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു. പ്രഭാവതി ജാനകി പോയി കാണുകയും എന്നിട്ട് അമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അപർണ വന്നത്. അപർണ വന്ന പാടെ തന്നെ ജാനകിയെ കുറ്റം പറയാനും ജാനകിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടും അപർണ ശ്രമിച്ചു. ഒപ്പം ജാനകി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പറ്റി പ്രഭാവതി ജാനകിയോട് ജോലിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപർണ ഇത് വന്ന് ചോദിച്ചത്. ജാനകി ഇപ്പോൾ താമസിക്കുന്ന ആ സ്ഥലവും ആ സ്ഥലത്തിനടുത്തുള്ള ഒരു അമ്പലത്തെ കുറിച്ചും പറഞ്ഞു. ഒപ്പം ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ നീ കൊണ്ട് താമസിപ്പിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെ കൊണ്ട് വന്നിട്ട് നിന്റെ അമ്മയാണെന്ന് പറയിപ്പിക്കാനാണ് നിന്റെ ശ്രമം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ടും പൊളിച്ചടുക്കിയിരിക്കും. പിന്നെ ഞാൻ ഉറപ്പായിട്ടും അവരെ കൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്നു പറയിപ്പിക്കും. ഇനി നിനക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ നിനക്ക് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ, ആ സ്ത്രീ ഒരു ഊമയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നീ ജയിച്ചെന്ന് വരാം, അല്ലാതെ നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് അപർണ ജാനകിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്ന സമയത്തായിരുന്നു ജാനകി അതെ, നീ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, നീ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് കളിയാക്കുന്ന രീതിയിൽ ജാനകി സംസാരിക്കുകയും ജാനകി പക്ഷേ ആ സമയത്ത് തന്നെ അപർണ വീണ്ടും ജാനകിയെ കുറ്റം പറഞ്ഞു. നീ കളിയാക്കണ്ട, ഒരു നാൾ നീ കരയുന്ന രീതിയിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ അടുത്ത് എത്തും. ഞാൻ നിന്റെ നീ കൊണ്ട് താമസിപ്പിച്ച സ്ത്രീയെ കാണാനായിട്ട് എത്തിയിരിക്കും. അന്നത്തോടുകൂടി നിന്റെ നാടകം പൊളിയും എന്നുകൂടി അപർണ വെല്ലുവിളിച്ചു. അപർണ ആ സംസാരം കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്ത് അബി വരികയും പൊന്നുവിനോട് സംസാരിക്കുന്നതും കണ്ടു. അബി ഒരു ഫോട്ടോ ഫ്രെയിമും, അതായത് തമ്പിയുടെ പണ്ടത്തെ ഫോട്ടോ ഫ്രെയിമും കൊണ്ടാണ് വന്നത്. പൊന്നു അത് കാണാനായിട്ട് ചോദിച്ചു, പക്ഷെ പൊന്നുവിനെ കാണിച്ചില്ല. ഇത് ഒരാളുടെ ഫോട്ടോയാണ്, പൊന്നുവിന് ഇപ്പോൾ മനസ്സിലാവത്തില്ല. പക്ഷെ ഇത് ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരുന്ന സമയത്ത് നമുക്ക് റൂമിൽ നിന്ന് കാണിച്ചു തരാം, ഇപ്പോൾ വാശി പിടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് അബി ഫോട്ടോയും കൊണ്ട് റൂമിലോട്ട് പോയി. എന്നാൽ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ തനിക്ക് കണ്ടുപിടിക്കാനുള്ള, ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ കിട്ടും എന്ന് വിശ്വസിച്ചിട്ട് ആരും കാണാതെ ആ ഫോട്ടോ തുറന്നു നോക്കാനായിട്ടാണ് അവിടെ അപർണയുടെ ശ്രമം. ഇതിനിടയിൽ തമ്പിയെ കാണാനായിട്ട് സക്കീർ ഭായ് വരികയും സക്കീർ ഭായ് ആ ഫോട്ടോ തമ്പിയെ കാണിക്കുകയും ചെയ്തു. അതോടുകൂടി തമ്പിയുടെ രൂപവും ഭാവവും അങ്ങ് മാറി. അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചുവെങ്കിലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ് ഇപ്പോൾ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഥ ഇപ്പോൾ ഭയങ്കര ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും തോന്നി ഭയങ്കര ലാഗാണ്. നമ്മൾ കാണുന്ന ആ ഒരു പണ്ടത്തെ എപ്പിസോഡുകളെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ നിമിഷം കഴിയുന്നോറും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറി ഭയങ്കര ലാഗടിച്ച് കഥ മുന്നോട്ട് പോകുവാണ്. ഇതിലും ഒരു മാറ്റം സംഭവിക്കാം എന്ന് വിശ്വസിക്കാം. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അതുവരേക്കും ബൈ.